ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ മണലൂർ അടുത്തുള്ള ഹവായ് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർക്കിഡ് ഫാമിൽ പോയതായിരുന്നു അമ്മയ്ക്ക് കുറച്ച് ഓർക്കിഡ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഓർക്കിഡ്സ് മാത്രമല്ല ബൊഗൈൻവില്ലേൻ്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട്. കൂടുതലും ഓർക്കിഡ്സ് തന്നെയാണ്. പിന്നെ കുറച്ച് ലീഫി പ്ലാന്റ്സും അതുപോലെ ഈ ബൊഗൈൻവില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടോ. വെറൈറ്റി ടൈപ്സ് ഓഫ് ഓർക്കിഡ്സ് ആണ് ഇവിടെ ഉള്ളത്. 100, 110, 120 രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. 500, 600 ആ ഒരു റേഞ്ച് വരെ പോകുന്ന ഓർക്കിഡ്സ് ഉണ്ട്. വെറൈറ്റി അനുസരിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ റേറ്റിൽ വരുന്ന വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. നമുക്കറിയാലോ ഓർക്കിഡിൻ്റെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കൊലയൊക്കെ 1 മാസം 1.5 മാസമൊക്കെ ഒരു കുഴപ്പമില്ലാത്തത് അങ്ങനെ നിൽക്കും. അപ്പം ഓർക്കിഡിനൊക്കെ നമുക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഈ ഒരു വെറൈറ്റി ഒക്കെ കണ്ടോ, അതവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അതിനൊക്കെ ഒരുപാട് റേറ്റ് വരും. എനിക്ക് തോന്നുന്നത് മദർ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റ് അവർ സെയിലിന് വെച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ബാക്ക് സൈഡിലുള്ള ഫാമിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ബോഗൻവില്ലയുടെയും പല കളേഴ്സും വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഇവർ ഓൺലൈനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് ഓർഡേഴ്സ് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് കോളുകളൊക്കെ വന്നിട്ട് ഇവർ മാറ്റി വയ്ക്കുന്നത് അയക്കാൻ വെച്ചേക്കുന്നതെന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ ഓർക്കിഡ് കളക്ഷൻസ് കാണാം. ഇതിലെന്താ കുറച്ച് ആന്തൂറിയംസ് ഉണ്ട്. ആന്തൂറിയം നമ്മൾ നോർമൽ കാണുന്ന വൈറ്റ് ആന്തൂറിയം, റെഡ്, പിങ്ക് അതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇലച്ചെടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഓർക്കിഡ് തന്നെയാണ്. വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇതിലെല്ലാത്തിലും അതിൻ്റെ ടാഗും അതിൻ്റെ പ്രൈസും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേര് ആ ടാഗിലുണ്ടാവും. അപ്പം അതിൽ നോക്കി പേര് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്കതിൽ ഗൂഗിളിൽ നോക്കിയാൽ അതിൻ്റെ പിക്ചർ കാണാൻ പറ്റും അതിൻ്റെ പൂവിൻ്റെ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ചിലതൊക്കെ ഫ്ലേവർ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ചില സീഡ്ലിങ്സ് എടുക്കുമ്പോൾ അതിൽ ഫ്ലവേഴ്സ് ഇല്ല. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ആ ടാഗിൽ അവരുടെ ഏത് ഇനാണെന്നുള്ള പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ ആ ഫ്ലവറിൻ്റെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഫുൾ ഓർക്കിഡ്സ് മാത്രമാണുള്ളത്. വേറൊരു സാധനം പോലും ഇല്ല. ഇവിടെ എനിക്കൊന്ന് റേറ്റ് കുറവുള്ളത് കുറച്ച് കുറവാന്ന് തോന്നുന്നു. ഇതൊക്കെ കൂടിയ ഐറ്റംസാണ്. 500 ആ ഒരു റേഞ്ചിലുള്ളതാണ് അപ്പുറമുള്ളതൊക്കെ. ഇതൊക്കെ എന്ത് ടൈപ്പ് ചെടിയാണെന്ന് എനിക്കറിയില്ല. ഓർക്കിഡിൻ്റെ തന്നെ പല വെറൈറ്റി, പല കളർ, പല ഷെയ്ഡ് നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റീസൊക്കെ ഞങ്ങളിവിടെ കണ്ടു കേട്ടോ. പിന്നെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ റേറ്റ് കുറച്ചെണ്ണമാണ് സെലക്ട് ചെയ്തത്. കാരണം ഇത് പിടിക്കോ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലല്ലോ. ഓർക്കിഡ് പിടിച്ച് കിട്ടാനും കുറച്ച് പാടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് കാക്ടസിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ ഇവിടെ കണ്ടിരുന്നു. ബാക്കി വെറൈറ്റീസ് പ്ലാന്റ്സൊക്കെ കുറവാണ്. ഈ ഒരുപാട് ഏരിയയിൽ ഈ ഓർക്കിഡ്സ് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ചട്ടികൾ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് ചെറിയ ചട്ടി വാങ്ങിയിരുന്നു. പിന്നെ മറ്റേ കൂട പോലത്തെ സംഭവം കൂടി ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ വേറെ പുറത്തുനിന്നാണ് വാങ്ങിയിരുന്നത്. ഒരു ഗ്രീൻ കളറിലൊരു കൂട പോലത്തെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ചെടിപ്രാന്താണ്. അപ്പോൾ നമ്മളിവിടെ ഓർക്കിഡ്സ് മാത്രം ഉണ്ടെന്ന് കേട്ടിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അമ്മ ഓർക്കിഡ് സെറ്റ് ചെയ്യാൻ പുതിയ ഐഡിയാസൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. വഴിയെ കാണാം.